എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജ്യോതിർഗമയ വാരഫലത്തിലേക്ക് സ്വാഗതം. 1191 ചിങ്ങമാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം, അതായത് 2015 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് ഇവിടെ ജ്യോതിർഗമയ ചർച്ച ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ വാരം മാതാപിതാക്കൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന വാരമാണ്. തീർത്ഥാടനത്തിന് തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയാൽ തന്നെ അവസാന സമയം യാത്രാ തടസ്സം വന്ന് യാത്ര മുടങ്ങേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നതാണ്. ശത്രുദോഷം ധാരാളമായി അനുഭവപ്പെടുന്ന വാരമായിരിക്കും ഇത്. സഹോദര ഗുണം വളരെ കുറയുന്നതായിരിക്കും. സുഹൃത്തുക്കളിലൂടെയും അധികാരികളിലൂടെയും ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വാരമാണിത്. സന്താന ശ്രേയസ് നന്നായി കാണപ്പെടുന്നു. ദോഷശാന്തിക്കായി നരസിംഹക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, തുളസിമാല, പാനകവും, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും, ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും ഉത്തമത്തിൽ ചെയ്യുക. ഈ ആഴ്ചത്തെ ഭാഗ്യദിനങ്ങളായി സെപ്റ്റംബർ 2-ാം തീയതി ബുധനാഴ്ച കാലത്ത് 11 മണിക്ക് ശേഷവും സെപ്റ്റംബർ 5, 6 തീയതികളും പ്രായണ അനുകൂലമായി എടുക്കാവുന്നതാണ്. കാർത്തിക അവസാനത്തെ 45 നാഴിക, രോഹിണി, മകയിരം ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ വാരം ബന്ധുസുഖം ലഭിക്കുന്നതാണ്. ജോലിയിൽ ശാന്തമായ അന്തരീക്ഷം അനുഭവപ്പെടുന്നതാണ്. ശസ്ത്രക്രിയാ യോഗങ്ങളും ശാരീരിക വിഷമതകളും കൂടുതലായി കാണപ്പെടുന്ന വാരമാണിത്. ഉപരിപഠനത്തിനുള്ള ബാങ്ക് ലോണുകൾക്കും അനുകൂലമായ വാരമാകുന്നു ഈ വാരം. ഗൃഹവാഹന ചിന്തകളും ഈ വാരത്തിലാകാം. ഭാര്യാസുഖം പ്രായണ കുറയുന്നതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായി ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം, കുവളമാല, ജലധാര മുതലായവയും അയ്യപ്പന് പാനകം, എള്ളുതിരിയും സമർപ്പിക്കുക. ശുഭദിനങ്ങൾ സെപ്റ്റംബർ 5, 6 തീയതികൾ. മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന മിഥുനം രാശിക്കാർക്ക് ഈ വാരം ഭാര്യാസുഖം കുറയുന്നതാണ്. ഭാര്യയ്ക്ക് സർജറി യോഗത്തിനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. ധർമ്മദൈവങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കാൻ ശ്രമിക്കുക. സന്താന ശ്രേയസ് ഉണ്ടാകുന്ന വാരമാണിത്. ധാരാളം ധനം വന്നു ചേരുമെങ്കിലും അതേപോലെ ധനനാശത്തിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. പദവികൾക്കും അധികാരങ്ങൾക്കും ഗൃഹചിന്തകൾക്കും ഈ വാരം പ്രായണ അനുകൂലമാണ്. ദോഷപരിഹാരമായി അയ്യപ്പസ്വാമിക്ക് പായസം, എള്ളുതിരി, പാനകം വഴിപാടുകളും ചെയ്യുക. ശുഭദിനങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി കാലത്ത് 11 മണി മുതൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രക്കാർ അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം മെഡിക്കൽ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലമായ വാരമാകുന്നു. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ കമ്പനികളുടെ ഷെയർസിന് ഈ വാരം വളരെ അനുകൂലമായ ഔന്നത്യത്തിലെത്തുവാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. ധനകാര്യം, ബാങ്കിങ്, ഊഹക്കച്ചവടം, ടീച്ചിങ് ലൈനിലുള്ള വ്യക്തികൾക്ക് ഈ വാരം വളരെ അനുകൂലമായിരിക്കുന്നതാണ്.
സുഖഭോഗ വസ്തുക്കൾക്കായി ധാരാളം ധനം ചെലവഴിക്കേണ്ടി വരുന്ന വാരമാണിത്. പ്രത്യേകിച്ച് വിവാഹങ്ങളിൽ കൂടുവാനും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും ഈ വാരം ധാരാളം ധനപരമായ ചെലവുകൾ വരുത്തി വെക്കുന്നതാണ്. ഉദരസംബന്ധമായ രോഗങ്ങളും മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങളും ശ്രദ്ധിക്കുക. എഴുത്തുകാർക്കും ഗവേഷകർക്കും ബൗദ്ധികമായ ഉയർന്ന തലത്തിൽ ചിന്തിച്ച് വിജയിക്കാനുള്ള വാരമാണിത്. ദോഷശാന്തിക്കായി ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം ചെയ്യുക. ശുഭദിനങ്ങളാകട്ടെ സെപ്റ്റംബർ 2-ാം തീയതി 11 മണിക്ക് ശേഷവും സെപ്റ്റംബർ 5, 6 തീയതികളും. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം വിവാഹ തീരുമാനങ്ങൾക്ക് അനുകൂലമായ വാരമാണ്. ഭാര്യാസുഖം വളരെയധികം ലഭിക്കുവാൻ ശ്രമിക്കുന്ന വാരം കൂടിയാണിത്. പൂർവികമായ ഭൂമി വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ വാരം വളരെയധികം കാണപ്പെടുന്നതാണ്. മാതൃപിതൃസുഖങ്ങൾ പ്രായണ കുറയുന്നതാണ്. സഹോദര ഗുണവും കുറയുന്നതാണ്. വീട്, ഭൂമി, വാഹന ചിന്തകൾക്കും പ്രായണ അനുകൂലമായ ഒരു വാരമാണിത്. സന്താനങ്ങൾക്ക് അരിഷ്ടത കാണപ്പെടുന്നു. ദോഷശാന്തിക്കായി നരസിംഹക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, തുളസിമാല, പാൽപായസവും, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര കുരുതിയും ചെയ്യുക. ഭാഗ്യദിനങ്ങളായി സെപ്റ്റംബർ 2-ാം തീയതി ബുധനാഴ്ച 11 മണി മുതലും സെപ്റ്റംബർ 5, 6 തീയതികളും കൂടുതൽ ശ്രേയസ്കരമായി കാണപ്പെടുന്നു. ഉത്രം നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് കർമ്മമേഖലയിൽ പുത്തനുണർവ് പ്രകടമാകുന്ന വാരമാണിത്. മാതൃസുഖം വളരെ കുറയുന്നതായിരിക്കും. ജലാശയങ്ങളിലൂടെയുള്ള അപകടങ്ങളും കിണർ, കക്കൂസ് മുതലായവ ഇടിഞ്ഞു വീഴാനുള്ള യോഗവും ഈ വാരം കാണപ്പെടുന്നു. നിങ്ങളുടെ ശത്രുക്കളെ കരുതലോടെ നേരിടേണ്ടുന്ന വാരമാണിത്. ധർമ്മദൈവപ്രീതി വളരെ നന്നായി ചെയ്യുക. അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഭൂമി വിവാദങ്ങളിൽ നിന്നും ബുദ്ധിപരമായി മാറി നിൽക്കുക. ദോഷശാന്തിക്കായി ശിവങ്കൽ, രുദ്രാഭിഷേകം, കൂവളമാല, ജലധാര, മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപായസം എന്നിവയും ചെയ്യുക. ശുഭദിനങ്ങൾ സെപ്റ്റംബർ 5, 6 തീയതികൾ. ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാം രാശിക്കാർക്ക് പഠനാഭിവൃദ്ധിയുടെ വാരമാകുന്നു. രേഖാപരമായ വിവാദങ്ങൾ കാണപ്പെടുന്നു. പുതിയ കർമ്മ പദ്ധതികൾക്കും വ്യാപാര ചിന്തകൾക്കും ഈ വാരം പ്രായണ അനുകൂലമാണ്. പുത്ര പൗത്രാദി ലബ്ധി കാണപ്പെടുന്നു. വിഷസ്പർശം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മമേഖലയിലുള്ള സ്ത്രീകളുമായുള്ള അടുപ്പം ദാമ്പത്യത്തെ ബാധിക്കാതെ നോക്കേണ്ടതാണ്. പരിഹാരശാന്തിക്കായി നരസിംഹക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, തുളസിമാല, പാൽപായസവും, നാഗസങ്കേതത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലിയും ചെയ്യുക. വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൻ്റെ ആലസ്യം കാരണം ധാരാളം കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതാണ്. വാക്ക് തനിക്ക് ശത്രുവായി വരാതെ ശ്രദ്ധിക്കുക. പുതിയ അധികാരങ്ങൾ കർമ്മമേഖലയിൽ വന്നു ചേരുന്നതാണ്. ഭാര്യാസുഖം കൂടുതലായി ഈ രാശിക്കാർക്ക് ഈ വാരം ലഭിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ വാരം കൂടിയാണിത്. ഉദര ത്വഗ് രോഗങ്ങൾ ശ്രദ്ധിക്കുക. സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ദോഷപരിഹാരമായി
അയ്യപ്പന് പാനകവും എള്ളുതിരിയും സമർപ്പിക്കുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് സൗഹൃദത്തിലൂടെ ധനനഷ്ടവും മാനനഷ്ടവും കൈവരുന്നതാണ്. പൂർവികമായ സ്വത്ത്, വീട്, വാഹനം എന്നിവയ്ക്ക് അനുകൂലമായ വാരമാണ് ഈ വാരം. സഹോദര സഹായികളുടെ ഗുണങ്ങൾ വളരെ കുറയുന്ന വാരമാണിത്. കർമ്മമേഖല കൂടുതൽ അനുകൂലമാകുന്നതും പുതിയ പദ്ധതികൾക്ക് രൂപരേഖകൾ തയ്യാറാക്കാൻ പറ്റുന്ന വാരവുമാണിത്. അസമയ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, ശ്രീരാമസ്വാമിക്ക് പാൽപായസവും, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര ഗുരുതി, കടും പായസവും വഴിപാടായി സമർപ്പിക്കുക. ശുഭദിനങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി ബുധനാഴ്ച കാലത്ത് 11 മണി മുതലുള്ള സമയം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് ഈ വാരം വിവാഹ തീരുമാനങ്ങൾക്കും ഉല്ലാസയാത്രകൾക്കും അനുകൂലമായ വാരമാകുന്നു. ഗവൺമെന്റ് സംബന്ധമായ കേസുകളിലും കോടതി, ടാക്സ് വ്യവഹാരങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന വാരമാണിത്. അനാവശ്യമായ കലഹങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രമിക്കുക. ഈ വാരം തീർത്ഥയാത്രക്കും അനുകൂലമാകുന്നു. സ്ത്രീ സംബന്ധമായ വിവാദങ്ങൾ തന്നെ പിന്തുടരുന്നതാണ്. കുടുംബത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന വാരം കൂടെയാണ് ഈ വാരം. ദോഷശാന്തിക്കായി ശിവങ്കൽ, രുദ്രാഭിഷേകം, കൂവളമാല, ജലധാരയും, മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപായസവും ചെയ്യുക. ശുഭദിനങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതി ബുധനാഴ്ച 11 മണിക്ക് ശേഷമുള്ള സമയവും സെപ്റ്റംബർ 5, 6 തീയതികളും. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭം രാശിക്കാർക്ക് ദേഹ അസ്വാസ്ഥ്യങ്ങൾ കാണപ്പെടുന്ന വാരമാണ്. സഹോദര ഗുണങ്ങളും വാഹന ഗുണങ്ങളും സൗഹൃദങ്ങളും വളരെ മോശമാകുന്ന വാരം കൂടിയാണ് ഈ വാരം. രേഖാ ഉടമ്പടികളിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ അശാന്തത അനുഭവപ്പെടുന്നതാണ്. തനിക്ക് മനസ്സിന് പൊരുത്തമില്ലാത്ത സ്ഥലങ്ങളിൽ ജോലി ട്രാൻസ്ഫർ വന്ന് മാനസികമായി വളരെയധികം പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വാരം കൂടിയാണ് ഈ വാരം. വിവാഹ തീരുമാനങ്ങൾ ഈ വാരത്തിൽ ഉണ്ടാകുന്നതാണ്. ദോഷശാന്തിക്കായി നാഗസങ്കേതത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി എന്നിവയും, നരസിംഹക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, തുളസിമാല, പാൽപായസവും നന്നായി സമർപ്പിക്കുക. ശുഭദിനങ്ങൾ സെപ്റ്റംബർ 5, 6 തീയതികൾ. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ വാരം മാതാപിതാക്കളെ ഓർത്ത് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ പറ്റാതെ ദുഃഖിക്കേണ്ടി വരുന്ന വാരമായിരിക്കും. വിവാഹ തീരുമാനങ്ങൾക്കും ഗൃഹചിന്തകൾക്കും ഈ വാരം അനുകൂലമാണ്. ധാരാളം ശത്രുദോഷങ്ങൾ കാണപ്പെടുന്നു. സന്താന ശ്രേയസ് വളരെ കുറയുന്നതാണ്. ചില പ്രധാനപ്പെട്ട യാത്രകളും ആ യാത്രയിലൂടെയുള്ള നല്ല ചില തീരുമാനങ്ങളും ഈ വാരം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് നിന്നും വരുന്ന സുഹൃത്തിനെ കൊണ്ട് നല്ല ചില ആനുകൂല്യങ്ങളും മീനം രാശിക്കാർക്ക് ഈ വാരം പ്രതീക്ഷിക്കാവുന്നതാണ്. ദോഷശാന്തിക്കായി ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസവും, വിഷുക്ഷേത്രത്തിൽ തുളസിമാല, പാൽപായസവും, ഭാഗ്യസൂക്താർച്ചനയും, ശിവങ്കൽ, കൂവളമാല, ജലധാര, രുദ്രാഭിഷേകവും നന്നായി ചെയ്യുക. ഭാഗ്യദിനങ്ങൾ 5, 6 ശനി, ഞായർ ദിനങ്ങളാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അടുത്ത വാരഫലം വരെ നമസ്കാരം.